ഇപ്പൊ എനിക്ക് പിന്നെ തോന്നിയൊരു കാര്യം, ചേച്ചിയുടെ ക്യാരക്ടർ ഇച്ചിരി ചേട്ടന്റെ അമ്മയായിട്ടാണ് വരുന്നത്. അപ്പൊ ഒരു ശരിക്കും പറഞ്ഞാല് ഒരു മകൻ എന്ന് പറയുമ്പോ ഇപ്പൊ നേരത്തെ ജയിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അമ്മ അങ്ങനെയാന്ന് പറയുമ്പോൾ നമുക്ക് അപ്പൊ ഒരു നമ്മൾ അത്രയും അക്സെപ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ ആള് നമ്മുടെ അമ്മ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിലായിരുന്നു. അപ്പൊ ഇത് ക്യാരക്ടറിനെ പറ്റി അറിഞ്ഞപ്പോ ചേട്ടന്റെ ഒരു ഇതെന്തായിരുന്നു, ഇങ്ങനെ എടുക്കണോ എങ്ങനെയായിരുന്നു പറയുന്നത്? കഥ പറയണ്ട, ആ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോഴൊരു ഫീല് പറയും. ഓഫ് കോഴ്സ് ഇതിനകത്തൊരു ഞാൻ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അതുപോലെ തന്നെ എന്നെ അതുപോലെ കെയർ ചെയ്യുന്ന ഒരു അമ്മയുണ്ട് ഇതിന്. അപ്പൊ ആ പെൺകുട്ടിയോടൊരു പ്രണയമുണ്ട്, അമ്മയുടെ ഒരു സ്നേഹമുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അമ്മയോട് ഇവന് ഒരു സഹതാപമുണ്ട്, സ്നേഹമുണ്ട്, എന്നാൽ എന്താ പറയാ അമ്മയോട് ദേഷ്യമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു ഇമോഷനാണ് എനിക്ക് കൊണ്ടുവരണം. എന്നാൽ ഇതിന്റെ ഒരു ക്ലൈമാക്സിൽ ഒരു രതീഷ് ഇതുവരെ ചെയ്യാത്ത രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. മകൻ ഇത് ഒറ്റപ്പെട്ട ഒരു മകനല്ല, അതാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള ഒരു സാധാരണ മകൻ അത് തന്നെയാണ് പറയുന്നത്. ശരിയാ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊരു പോയിന്റ് ഇപ്പൊ എന്നെ വെച്ച് നോക്കുമ്പോഴും ഞാൻ LGBT എന്ന് പറയുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ നമ്മുടെ വീട്ടിലൊരാളെന്ന് പറഞ്ഞാൽ നമ്മളപ്പോ രണ്ടുപേരും ആലോചിക്കും. ഒബ്വിയസ്ലി എല്ലാ പേഴ്സൺ അങ്ങനെ. അപ്പൊ ഭയങ്കര നമ്മുടെ ഒരു കോൺഫ്ലിക്റ്റ് നമ്മുടെ മനസ്സിൽ. അപ്പൊ ആ ഒരു ഫീല് കിട്ടിയാൽ സ്വന്തം അമ്മ അങ്ങനെയാണെന്ന് വരുമ്പോൾ ഒരു ഷോക്ക് ഉണ്ട്. അപ്പം അതൊരു ഭയങ്കര എന്താ പറയാ, അപ്പൊ നമുക്ക് ആക്ച്വലി നമ്മൾ തന്നെ വിചാരിക്കണമല്ലോ ശരിക്കും എന്റെ അമ്മ എങ്ങനെയാണ് എന്നാലല്ലേ നമുക്ക് കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ പറ്റും. അതൊരു ഡെഫിനറ്റ്ലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു, ഒരു ചലഞ്ചിങ് ആയിരുന്നു. അപ്പൊ അതിന് താങ്ക്സ് ടു സായി. അങ്ങനെ ഒരു ഞാൻ നേരത്തെ കരിക്കിന്റെ വെബ് സീരീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഇൻസോമിനിയ നൈറ്റ്സ്. അതിനുശേഷം ത്രൂ ഔട്ട് ക്യാരക്ടർ എനിക്ക് ആദ്യമായിട്ട് ഇതിലാണ്. താങ്ക്സ് ടു ഡയറക്ടർ. എല്ലാ കഥാപാത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഇപ്പൊ കുഞ്ഞേമോ നായകൻ, അതുപോലെ തന്നെ ഒരു ബ്രോക്കറായിട്ട് നമ്മുടെ ആർട്ട് ഡയറക്ടർ സുരേഷ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു കുഞ്ഞു ക്രൗഡ് പോലത്തെ ക്യാരക്ടർ ആണെങ്കിൽ പോലും ആ സിനിമയിൽ അതിന് പ്രാധാന്യമുണ്ട്. അതുപോലെ സീനത്തേച്ചി ജുമൈലയുടെ ദൃശ്യയുടെ അമ്മയുടെ ഗംഭീര വേഷമുണ്ട്. അപ്പൊ അതിൽ സീനത്തേച്ചിയുടെ പ്രസൻസ് ഒക്കെ ഭയങ്കര രസമാണ്. കാരണം സീനത്തേച്ചി ഞാനോട് ഒരു ഒന്നാമത്തെ സീനേ ഉള്ളൂ, പക്ഷെ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ, നമ്മൾ തന്നെ അഭിനയിച്ചു. പുള്ളിക്കാരുടെ ഒരു റെസ്പോൺസ് ആണ്. കാരണം ഇപ്പൊ എന്റെ പല സുഹൃത്തുക്കളും റിവ്യൂ കണ്ടിട്ട് പറഞ്ഞാ സീന ചേച്ചിയുള്ള സീനിൽ ഭയങ്കര രസമാണ്. അപ്പൊ എനിക്ക് ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്, നമ്മളെ ഭയങ്കര കംഫർട്ട് ആക്കും. ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു വോയിസ് നല്ല പവറാണ്. എനിക്ക് സീന ചേച്ചി എന്ന് പറയുമ്പോൾ തന്നെ ഗോഡ് ഫാദർ പിന്നെ സീനത്തേച്ചി ഇതിലെ ഓരോ ആദ്യ സ്ക്രിപ്റ്റുമായിട്ട് സഹായം ചെയ്യുമ്പോഴും സീനത്തേച്ചി കറക്റ്റ് ആയിട്ട് പറയും ഇത് ഇങ്ങനെയാണോ, മുസ്ലിം സ്ലാങ് ഇങ്ങനെയാണോ, അപ്പൊ ഇങ്ങനെയാക്കിയ എന്താ പ്രശ്നം സായിയോട് പറയുന്നത്. അപ്പൊ സായി കറക്റ്റ് ആയിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നുണ്ട്. പെണ്ണ് ഡയറക്ടർ ആയിട്ട് വരിക എന്ന് പറയുന്നത് എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. സീനത്തേച്ചി പടം ഡയറക്ട് ചെയ്തു, സീനത്തേച്ചിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ സായി രമേശേട്ടൻ വലിയ നല്ല ക്യാരക്ടർ ചെയ്തു. രമേശേട്ടൻ പെരിങ്ങളേട്ടൻ മുതൽ 4 പടം രമേശേട്ടൻ സഹകരിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് സായിയുടെ രമേശേട്ടൻ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ശരിക്കും പറഞ്ഞിട്ട് രമേശേട്ടനെ ഞാൻ ഡബ് ചെയ്ത ഒരു ഹീറോ പേഴ്സ് ഡബ് ചെയ്ത പടത്തിൽ രമേശേട്ടൻ മെയിൻ ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞ തിലകൻ മാഷിന്റെ ഒരു ഫീൽ എനിക്ക് തോന്നിപ്പോയി. കാരണം അതുപോലത്തെ ഗംഭീരമായ ശബ്ദവും അതേപോലത്തെ ഒരു സ്റ്റൈൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്തെങ്കിലും പടം ചെയ്യുമായിരിക്കും. നമ്മള് അസിസ്റ്റന്റ് ചെയ്യുമ്പോൾ അങ്ങനെ പറയട്ടോ, അന്ന് രമേശേട്ടൻ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണോ. അപ്പൊ രമേശേട്ടൻ പറഞ്ഞു എന്ത് ചെയ്താലും എന്നെ വിളിച്ചാൽ ഞാൻ ഉപയോഗിച്ചില്ല. അതുപോലെ തന്നെ കഥ പോലും എന്റെ അടുത്ത് ചോദിച്ചില്ല, നീയാണോ ചെയ്യുന്നത്, ഞാനവിടെ എത്തിയിരിക്കും, എത്ര ദിവസം ഡേറ്റ് വേണമെന്ന് ചോദിച്ചത്. രമേശേട്ടൻ സീന ചേച്ചി കോമ്പോ ഉണ്ടായിരുന്നു ഫാമിലി. അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സാധാരണ കുടുംബശ്രീ പണിക്ക് പോയ വ്യക്തിയായിട്ട് സീനത്തേച്ചിയും കാരണം കേരള കുടുംബത്തിലേക്ക് വരുമ്പോഴുള്ള അവരുടെ രണ്ടാം ഭാര്യയുടെ ഒക്കെ ഉള്ള ഒരു അമ്മയും അച്ഛനും മകളും നല്ല പിന്നെ അവിടുത്തെ അതായത് നമ്മുടെ ലൊക്കേഷനിലെ വീടും ഇതും എല്ലാം നമ്മളൊന്ന് ആർട്ട് വർക്ക് ചെയ്തല്ല, എല്ലാം വളരെ നമ്മുടെ പടത്തിലൊന്നും കൃത്രിമമായിട്ടില്ല. ക്രൗഡ് പോലും അവിടുത്തെ ജനങ്ങളാണ്. വീട് അവിടുത്തെ ഒരു വീടെടുത്തു, അങ്ങനെയുള്ള ആൾക്കാരുടെ വീടെടുത്തു, അവരുടെ പാത്രങ്ങൾ എടുത്തു, അവരുടെ വാർപ്പിച്ചെടുത്തു, അവരുടെ മുറ്റം എടുത്തു, എല്ലാം അതുപോലെ തന്നെ. ഒന്നും നമ്മള് കൃത്രിമമായിട്ടുണ്ടായിട്ടില്ല. അവിടെയുള്ള ആൾക്കാരെ വെച്ചിട്ട് അപ്പൊ ചായ കുടിക്കാൻ ചേട്ടന്മാരെ വെച്ചിട്ടാണ്
എന്റെ ഗ്രാമത്തിലെ ആളുകൾ അങ്ങനെയാണ്. എന്റെ കൈതച്ചറ അത്തെങ്കിലും ഗ്രാമത്തില്, ഞങ്ങളുടെ പുഴയ്ക്ക് ഇക്കരെ എന്നുള്ള ഗ്രാമത്തിലെ ആൾക്കാർക്ക് വർഗം, വർണ്ണം, അതുപോലെ തന്നെ രാഷ്ട്രീയം, മതം ഇതൊന്നുമില്ല. അവര് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിങ്ങളും ഒക്കെ നബിദിനവും ക്രിസ്തുമസും ഓണം ഒക്കെ ആഘോഷിച്ചു വന്ന ജനങ്ങളാണ്. ഞങ്ങൾ ഒരേ ഇതിൽ സ്നേഹിച്ചു വേണം. അതുകൊണ്ട് ഇവര് വന്നപ്പോഴും ചിക്കാഞ്ചേരി യൂണിറ്റ് ആയിരുന്നു, അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു ഇതേപോലെ ഒരു സ്നേഹം കിട്ടാറുള്ളത്. അതുപോലെയാണ് നമ്മൾ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം കണക്ട് ചെയ്യുന്ന അവിടെ ഒരു മരം ഉണ്ടായിരുന്നു, ഒരു മാവ്. അപ്പൊ ഞങ്ങള് ചെന്നപ്പോ മുതൽ ഇങ്ങനെ കണ്ടിന്യൂസ് പഴുത്ത് മാങ്ങ വീഴാണ്. ഇതിന്റെ ഓണം ഞങ്ങൾ ഇത് കട്ട് ചെയ്ത് അപ്പം തന്നെ തരും. അപ്പൊ ചെന്നാണ് ദിൽഷ വരും, വീരചേച്ചി വരും, എല്ലാവരും കണ്ടിന്യൂസ്. ഇതുപോലെ തന്നെ പുള്ളി മറ്റേ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പം പുള്ളി മറ്റേ അവിടുത്തെ മറമീന്തി ആ സാധനം ഞങ്ങൾ ഇട്ടുകൊണ്ട് വരും. അങ്ങനെ ഭയങ്കര ആദ്യത്തെ 2 ദിവസം ഫ്രീ ആയിട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു 11 മണിയാകുമ്പോ അപ്പൊ ഞാൻ ചെറിയ തുക തരാം. അപ്പൊ ഞങ്ങള് എല്ലാ ദിവസവും ഇത് കിട്ടിയപ്പോ നല്ല സാധനങ്ങളല്ലേ, നല്ല മാങ്ങയും സർബത്തും കുടിച്ച് അങ്ങനെ എൻജോയ് ചെയ്താണ് എല്ലാരും. പിന്നെ നല്ല ഭക്ഷണം, ഒരു നാടൻ, ഒരു ചെറിയ ആൾക്കാർക്ക് നമ്മളൊരു ഓർഡർ കൊടുത്തു. അപ്പൊ എല്ലാരും ഉഷസ് സോമൻ ഇവരാണ് മെസ്സ് കൈകാര്യം ചെയ്തത്. അപ്പൊ അവര് വളരെ ലളിതമായ രീതിയിൽ നല്ല ടേസ്റ്റി ഫുഡ് നാടൻ ഭക്ഷണം. സിനിമയുടെ ലൊക്കേഷൻ അവിടെ കാരവാനില്ല. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ സിനിമയിലേക്ക് വരുമ്പോ എല്ലാവരും അവിടെ മനുഷ്യരായിട്ട് ജീവിക്കാനും അവിടുത്തെ കഥാപാത്രങ്ങളായിട്ട് എഴുതിച്ചേരാനും പാത്രം വരണോട്ടോ. നമുക്കവിടെ കാരവാനില്ല, നല്ല ചൂട്, ഒരു വെയിലാണ്. അപ്പൊ അതുകൊണ്ട് പാലക്കാട് പണ്ടത്തെ ജയൻ സിനിമകളിലെ, കരിമല സിനിമയിലൊക്കെ എപ്പോഴും ഞാനൊരു മാഗസിനിൽ കണ്ട ജയൻ സിനിമ ഒരു വേണ്ടി കുടഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ ആലോചിച്ചു, സിനിമയുടെ ഉള്ളിൽ നിഷ്കളങ്കതയും ആത്മാർത്ഥതയും സഹകരണവും അന്നുണ്ട്. ഇന്ന് സിനിമയ്ക്ക് അങ്ങനെയില്ല. ഇന്ന് സിനിമയ്ക്ക് പരസ്പരം ബന്ധങ്ങളില്ല. സിനിമ വെറും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നേരത്തെ മാത്രം എല്ലാവരും ഒന്നിച്ചു കൂടുന്നു, പരസ്പരം കാരവാനി പോകുന്നു, അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ ഒരു മത്സര ബുദ്ധിയായി വരും. പക്ഷെ അങ്ങനെയല്ല ഇനി സിനിമ വരേണ്ടത്. പണ്ടത്തെ KP ശ്രീമതി ചേച്ചിയൊക്കെ പറയുന്ന സിനിമ ലൊക്കേഷൻസുകൾ തിരിച്ചു കൊണ്ടുവരണം, സിനിമയിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കണം, അതൊക്കെയാണ് എന്റെ മനസ്സിൽ. അപ്പൊ അതുപോലത്തെ അന്തരീക്ഷം ഞാൻ അവിടെ ഉണ്ടാക്കിയെടുത്തു. എല്ലാവരും എൻജോയ് ചെയ്ത്